ഖുർആനും ഹദീസും അല്ലാത്ത മറ്റു വല്ല ആധികാരികമായ തെളിവുകളും ഉണ്ടോ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തെ സ്വാധീനിച്ച വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന ആധികാരികമായ തെളിവ് എന്താണുള്ളതെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തെ സ്വാധീനിച്ച വ്യക്തിയാണ് എന്നുള്ളതിന് വസ്തുനിഷ്ഠമായ അഥവാ ആധികാരികമായ രേഖകൾ ഉണ്ട് എന്നതിനേക്കാൾ അധികം ചരിത്രം തന്നെ അതിന് സാക്ഷിയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. കാരണം ചരിത്രത്തിന് ഇപ്പോ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ആളുകളെ കുറിച്ച് 100 പേരെ കുറിച്ച് ഒരു പുസ്തകം എഴുതുകയാണ്. നിങ്ങൾക്ക് ഏറെ കേട്ടതാണ് മൈക്കിൾ അച്ചാട്ട്. അയാൾ മുസ്ലിം അല്ല, ഇസ്ലാമിന്റെ വിരോധിയാണ്. ആൾക്ക് എല്ലാവരും ഈ മൈക്കിൾ അച്ചാട്ടിന്റെ ബുക്കൊന്നും വായിക്കാതെ കേട്ടവരെ കേട്ടിട്ട് ഇത് പ്രസംഗിച്ച് പോയിട്ട് അയാളെ പറ്റി കേട്ടാൽ ഇപ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്ന കോലത്തിലാണ് പല ആളുകളുടെ അവസ്ഥ. കാരണം അയാൾ അത്രയും റസൂലുള്ളാഹിനെ പൊക്കിയെന്നില്ല. അയാൾക്ക് വേറെ നിർവാഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിനെ 1-ാം നമ്പർ വെച്ചത്. വേറെ നിർവാഹമല്ല. അദ്ദേഹം എന്നിട്ട് പറയാണ്, അതിൽ അദ്ദേഹം തുടക്കത്തിൽ പറയുന്നുണ്ട് എന്താണ്, അത് 100 എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആ തുടക്കത്തിൽ പറയുന്നത്, ഞാനിങ്ങനെ 1-ാം നമ്പർ വെച്ചത് പലരും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകും, പക്ഷേ അതല്ലാതെ നിർവാഹമല്ല. ആ രൂപത്തിൽ ഒരാളെ ഉള്ളു ദുനിയാവിൽ. എന്നിട്ട് പറയാണ് അദ്ദേഹം, ചരിത്രത്തിനൊരു ഗതിയുണ്ട്. ആ ഗതിയെ സ്വാധീനിച്ച ആളുകൾ ഉണ്ടാവും. ചരിത്രത്തിന് ഗതിയെ സ്വാധീനിച്ച ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഗതിക്കൊപ്പം നീന്തിയിട്ട് ഞാനും ചരിത്രത്തിൽ സ്ഥാനമുള്ളയാളാണെന്ന് സ്ഥാപിച്ച ആളുണ്ടാവും. മുഹമ്മദിന്റെ സ്ഥിതി അതല്ല. മുഹമ്മദ് ചരിത്രത്തെ ഒഴുക്കി വിട്ടു എന്നാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത, റസൂലുള്ളാഹിന്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള ലോകത്തിന്റെ ചരിത്രമെടുത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ലോകത്തെ ഏത് രംഗെടുത്തോളൂ, പ്രവാചകന്റെ വസ്തുനിഷ്ഠതക്ക് അത് മതി. പെണ്ണിന്റെ അവസ്ഥ എടുത്തോളൂ, നീതിന്റെ അവസ്ഥ എടുത്തോളൂ, നിയമത്തിന്റെ അവസ്ഥ എടുത്തോളൂ. നീതി മാത്രം എടുക്കട്ടെ, സമയം നമ്മുടെ അടുത്തില്ലല്ലോ ഓരോന്ന് അനലൈസ് ചെയ്യാൻ. നീതിന്റെ മാത്രം എടുത്തോ നിങ്ങൾ. ലോകത്ത് എഴുതപ്പെട്ട ഏത് നീതിശാസ്ത്ര ഗ്രന്ഥം 14 നൂറ്റാണ്ടിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ലോകത്ത് നിലനിന്നിരുന്ന എവിടുത്തെ നീതിശാസ്ത്ര ഗ്രന്ഥം എടുത്തോളൂ, അവിടെയെല്ലാം ജാതികൾക്കാണ്, വിഭാഗത്തിനാണ് നീതി. അല്ല മനുഷ്യർ എന്നൊരു വിഭാഗം തന്നെ അല്ല. നിങ്ങൾ ഇന്ത്യയിലത്തെ എടുത്തോ, മനുസ്മൃതി, വേറെ എല്ലായിടത്തോ, എവിടത്തെ എടുത്തോ, അവിടെ റസൂലുള്ളയാണ് ലോകത്തിന് മനുഷ്യർക്ക് നീതി എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മളെ ഗാന്ധിജി പറഞ്ഞത് ഉമറിന്റെ ഭരണം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഗാന്ധിജിക്ക് വല്ല താല്പര്യം ഉണ്ടായിട്ടല്ല, ചരിത്രത്തിൽ നീതി എങ്ങനെ എന്നിങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്താണ്. ഇതേപോലെ എല്ലാ രംഗവും. പെണ്ണ് അവൾ മാറുമറക്കണോ വേണ്ട തീരുമാനിച്ചത് ഇവിടെ ആരായിരുന്നു? നമ്മളെ നാട്ടിൽ. ലോകത്തെല്ലായിടത്തു. നമ്മളെ നാട്ടിൽ നിങ്ങൾക്കറിയാലോ, ടിപ്പു സുൽത്താന്റെ കാലത്ത് ടിപ്പു സുൽത്താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിലൊന്നും എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ടിപ്പു സുൽത്താൻ ഭയങ്കര മുസ്ലിം വർഗീയവാദിയാണല്ലോ. എന്താ കാരണം? ഒന്നാമത്തെ തെറ്റ്, അന്ന് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരുടെ നിലവിലുണ്ടായിരുന്ന ഒരു നിയമമുണ്ട്, മുലക്കരം കൊടുക്കണം. പെണ്ണുങ്ങളുടെ സ്തനം വലുപ്പം കൂടിയാൽ അതിന് കരം കൊടുക്കണം. കരം കൊടുക്കണം. ഈ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന നിയമമാണ്. എന്നിട്ടാണ് ചാന്നാർ ലഹള ഉണ്ടാകുന്നത്. കരം പിരിക്കാൻ വേണ്ടി വന്ന ആൾക്കാർക്ക്, രാജാവിന്റെ നികുതി ചുങ്കക്കാര് വന്നപ്പോ ചില പെണ്ണുങ്ങൾ സ്വന്തം സ്ഥലം അരിഞ്ഞിട്ട് താലത്തിൽ വെച്ച് കൊടുത്തു. ഇത് കൊണ്ടുപോയി കൊടുത്ത എന്റെ രാജാവിന് എന്നിട്ട് അങ്ങനെ ചാനാർ ലഹള ഉണ്ടാവുന്നു. ആ നിയമം നിലനിന്നിരുന്ന രാജ്യത്തെ കുറിച്ച് പറയുന്നത് ഏകദേശം ഇക്കോലം തന്നെ അല്ലായിരുന്നു എല്ലായിടത്തും എന്നുള്ള മനസ്സിലാവാൻ വേണ്ടിയാ. നമ്മൾക്ക് കുപ്പായ ഇടാൻ പഠിപ്പിച്ചതാരാ? നമ്മളെ പെണ്ണുങ്ങൾക്ക് കുപ്പായിടാൻ പഠിപ്പിച്ചതാരാ? ടിപ്പു പറഞ്ഞ വലിയൊരു നിയമം, ഇവർക്ക് പ്രശ്നമായ നിയമം ഏതാണെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മതം ഉണ്ടെങ്കിൽ എനിക്കും മതമുണ്ട്. ടിപ്പു സുൽത്താൻ പറഞ്ഞു, നിങ്ങൾക്ക് മതമുണ്ടെങ്കിൽ എനിക്കും മതമുണ്ട്. ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി, എനിക്ക് റോട്ടുമ്മ കൂടെ നടക്കണം. ഈ പെണ്ണുങ്ങൾ കുപ്പായ അയച്ചിട്ട് നടന്നാൽ എനിക്ക് റോട്ടുമ്മ കൂടെ നടക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങണ കുപ്പായിട്ട് ഇറങ്ങണം. അത് ജാതി മുകളിലാണ് താഴെയുള്ളതാണെങ്കിലും. കാരണം ജാതി താഴെയാണെങ്കിൽ കുപ്പായിടാൻ പാടില്ല എന്നായിരുന്നു നമ്മുടെ നാട്ടിലെ നിയമം. മാറിയത് എവിടുന്ന?
എവിടെ നിന്നാണ്? പഠിക്കട്ടെ. ആ ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞാൽ കിതാബുകൾ മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി ജീവിച്ചതും റസൂലുള്ളാഹിന്റെ ചരിത്രവും ചരിത്രത്തിലുണ്ടാക്കിയ സ്വാധീനവും എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് 1-ാം തീയതി മുതൽ. പ്രവാചകനെ കുറിച്ച് ക്രിസ്ത്യാനികളെ എഴുതിയത് മാത്രം എടുത്താൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനി എഴുതിയ രേഖ മുതൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. രേഖകൾ തന്നെയുണ്ട്, ഇഷ്ടം പോലെ രേഖകളുണ്ട്. പ്രവാചകനെ കുറിച്ച്, പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ച്, റസൂലുള്ളാഹിക്ക് ശേഷമുണ്ടായ സമൂഹത്തിലെ മാറ്റത്തെക്കുറിച്ചെല്ലാമുള്ള രേഖകൾ. അത് വിശദമായി 2 ലക്കങ്ങൾക്ക് മുമ്പ് സ്നേഹസംവാദത്തിൽ നമ്മളെ രേഖകൾ അടക്കം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ ഒരു ട്രെൻഡ് അതാണ്. എന്ത്? മുഹമ്മദ് നബി തന്നെ ഒരു മിത്താണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ചരിത്ര ലോകത്തുണ്ട്. യഥാർത്ഥത്തിൽ അത് ബാക്കി എല്ലാവരും പോലെ തന്നെയാണ് മുഹമ്മദ് നബിയും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. അതിന് വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകൾ തന്നെ, തെളിവിങ്ങനെ പറയുന്നത് കൊണ്ട് കാര്യമില്ല, അത് രേഖകൾ തന്നെ അൽഹംദുലില്ലാ സ്നേഹസംവാദം മാസിക 2 ലക്കങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ ഹസീബ്. ഞാൻ ശരിയാ കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയാണ്. പൊതുവെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമർശകർ ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെൺഭ്രാന്തനാണെന്നും പ്രവാചക പത്നിയായ സഫിയ റളിയല്ലാഹു അൻഹ ആ സ്വഹാബികൾക്ക് ലഭിക്കപ്പെട്ട ഒരു ഗനീമത്ത് സ്വത്താണെന്നും പ്രവാചകൻ അവരെ ആവശ്യപ്പെടുകയും ഉന്നത കുലജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സൗന്ദര്യവതിയായ ആ സ്ത്രീയെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നും കാണുവാൻ കഴിയും. ഈ രൂപത്തിൽ അങ്ങനെ വിമർശിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്താണ് മറുപടി നൽകുക? സ്ത്രീകളോടുള്ള റസൂലുള്ളാഹിന്റെ സമീപനം വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയം. അത് അവിടുന്ന് മാത്രം തുടങ്ങണമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം തുടങ്ങല്ല അവിടുന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അത്തറും പെണ്ണുമാണ്. പോരെ, ഇനി എന്താ വേണ്ടത്? ഇനി എന്താ വേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, ഇവരെ വീക്ഷണത്തിൽ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. സ്വന്തം പെണ്ണിനെ ഇഷ്ടപ്പെടരുത് എന്നാണോ അവര് പറയണേ? ആരാന്റെ അത്തർ ഇഷ്ടപ്പെടണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഏതോ ആളുകളുടെ അലമാരയിലുള്ള അത്തറാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്ന സുഗന്ധമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എൻ്റെ സ്ത്രീയെയുമാണ് എനിക്കിഷ്ടം. പെണ്ണിനെ ഇഷ്ടപ്പെടാത്തതാണ് ദുനിയാവിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. ഇവിടുന്ന് തുടങ്ങണമെന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അടിസ്ഥാനപരമാണ് ആരോപണങ്ങൾ. അവിടെ നമ്മൾക്കെല്ലാം തലച്ചോറിൽ ആദ്യം തന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ, സ്ത്രീയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, സ്ത്രീയുമായുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ആത്മീയതയുടെ തലത്തിൽ നോക്കുമ്പോൾ അത്ര നല്ലൊരു ഏർപ്പാടല്ല എന്നൊരു ധാരണ തലത്തിലേക്ക് അടിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് എല്ലാ അടുത്ത ഘട്ടങ്ങളും നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വളരെ ക്ലിയറാണ്. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് ഇബാദത്താണെന്നാണ്. ദുനിയാവിൽ അങ്ങനെ പറഞ്ഞ ഒരൊറ്റ മതമേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. അങ്ങനെ പഠിപ്പിച്ച ഒരൊറ്റ ആചാര്യനെയുള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നത്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹു കൂലി തരുന്ന, പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ് എന്നാണ്. അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ ചർച്ച. അവിടെ ശാരീരിക ബന്ധം പ്രതിഫലദായകമായ ഒരു ആത്മീയമായ ഒരു കർമ്മമാണ് എന്ന് പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാമിൻ്റെത്. പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, പെണ്ണിനെ കാമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇസ്ലാമിൽ തെറ്റല്ല. പക്ഷെ അവനവൻ്റെതിനെ പാടുള്ളൂ എന്ന് മാത്രമേ ഇസ്ലാം പറഞ്ഞുള്ളൂ. ഇസ്ലാമിൽ അത് പറയുമ്പോൾ അവനവൻ്റെതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെതായി കഴിഞ്ഞാൽ പിന്നെ അത് പെണ്ണല്ല എന്നാണ്, അത് ഭാര്യയായില്ല, പിന്നെ നാട്ടുകാരതാണ് പെണ്ണ്. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചാണ് പറയുന്ന, പെണ്ണിനെ കുറിച്ച് പറയുന്നതെല്ലാം അവരെ കുറിച്ചാണെന്നുള്ള ധാരണ. അവസ്ഥ ഏതാണ്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ, സഫിയ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹയെ പോലെ ഒരു സഫിയ മാത്രമല്ല ഉണ്ടായത്. സഫിയ റളിയല്ലാഹു അൻഹയുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം. ഖൈബർ യുദ്ധം കഴിയുമ്പോൾ സഫിയയുടെ എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെടുകയാണ്. സഫിയയുടെ എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെടുന്നു. അവരുടെ പിതാവ് ഹുയൈ ഇബ്നു അഖ്തബ് മരണപ്പെടുന്നു, അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു. ഇങ്ങനെ എല്ലാവരും മരണപ്പെട്ട് പിടിക്കപ്പെട്ട് ബന്ദിയായി കൊണ്ടുവരുന്നയാളാണ് സഫിയ റളിയല്ലാഹു അൻഹ. ആ സഫിയ റളിയല്ലാഹു അൻഹ അവർ സ്ത്രീ എന്നുള്ള നിലക്ക്
അർഹിക്കേണ്ട അവസ്ഥയിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. അവിടെ റസൂലുള്ളാഹിക്ക് ഏത് സ്ത്രീയെയും തിരഞ്ഞെടുക്കാം. അവിടെ ഒരു കാമഭ്രാന്തനായ ഒരു മനുഷ്യൻ അയാളുടെ തീരുമാനമാണെങ്കിൽ തീർച്ചയായും ഒരുപാട് കന്യകകൾ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അവരെ ആരെയും അല്ല റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത്. ഒരു സഫിയ മാത്രമല്ലല്ലോ സുന്ദരി ഉണ്ടാവുക. ഭർത്താവിനോടൊപ്പം ജീവിച്ചിരുന്ന, ഭർത്താവ് മരണപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹ എന്തുകൊണ്ട് സ്വീകരിച്ചു? രാജകീയമായി ഒരു ഗോത്ര നേതൃത്വത്തിന്റെ മകളായി, ഗോത്ര നേതാവായി ജീവിച്ചിരിക്കവേ ഇസ്ലാമിക രാഷ്ട്രം പിടിച്ചുകൊണ്ടുവന്ന വ്യക്തി അവരുടെ മാന്യത വെച്ചുകൊണ്ട്, അവരുടെ സ്ഥാനം വെച്ചുകൊണ്ട് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് സ്ത്രീ എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി എന്താ ചെയ്തത്? അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പിടിക്കപ്പെട്ട ബന്ദി എന്നുള്ള നിലക്ക് സ്വീകരിക്കല്ല, അതിനും അവസരം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. മറിച്ച് അവരെ സ്വതന്ത്രയാക്കി വിവാഹം ചെയ്ത് സ്വന്തം ഇണയാക്കി തീർക്കാണ് ചെയ്തത്. ഇണയാക്കി തീർക്കുന്നത് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യമാവുക? തീർച്ചയായും ഇവിടെ കുറ്റകൃത്യമാകുന്നത് എന്താണ്? ഇണയല്ലാത്ത രൂപത്തിൽ വെക്കുകയും അവരെ എല്ലാ രൂപത്തിലും ഉപയോഗപ്പെടുത്തുകയും അവരിലൂടെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് കുറ്റകൃത്യമാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും അവരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട്, അനാഥത്വം പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാളെ പിടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചു വന്ന ഒരു സ്ഥാനവും മാനവും പരിഗണിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ തിരിച്ചു പറയുന്ന ആളുകൾക്ക് അവരോട് നമുക്ക് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി ആരെയും സ്വീകരിക്കായിരുന്നല്ലോ. ഒരു പെൺഭ്രാന്താണെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടായി ഒരുപാട് കാലം ഭർത്താവിന്റെ ഒപ്പം ജീവിച്ച ഒരു പെണ്ണിനെ സ്വീകരിക്കേണ്ട യാതൊരു ഗതിയില്ലല്ലോ. കന്യകകൾ സ്വീകരിക്കാമല്ലോ. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അവിടെ അതിനുള്ള ഉത്തരം അത് തന്നെയാണ്. പ്രവാചകൻ ആ സ്ത്രീ എന്നുള്ള നിലക്ക് പരിഗണിക്കുകയും അവരുടെ നിലനിന്നിരുന്ന അവസ്ഥയിൽ അനാഥത്വത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വന്നപ്പോഴും ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നതിന് പകരം ഇസ്ലാമിനോട് ആദരവും ഇഷ്ടവും തോന്നിപ്പിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹിയുടെ നടപടിയുണ്ടായി എന്ന് മാത്രമേയുള്ളൂ. അതിൽ തെറ്റ് കാണുകയാണെങ്കിൽ, ലൈംഗികത മാത്രം കാണുകയാണ്, ലൈംഗികത ഏത് വിവാഹത്തിലാണെങ്കിലും ലൈംഗികത ഇല്ലെങ്കിൽ പിന്നെ ഈ ഏർപ്പാട് നിൽക്കരുതല്ലോ. വേറെ പിന്നെ അവരെ പോറ്റാനുള്ള വേറെ മാർഗങ്ങൾ ഉണ്ടാക്കേണ്ടത്. സ്വാഭാവികമായും സെക്സ് പെണ്ണിനൊരു ആവശ്യമുള്ള സാധനമാണ്. തീർച്ചയായും അതേത് വിവാഹത്തിലുമുണ്ട്. അത് അനുവദിക്കപ്പെട്ട തലത്തിൽ അനുഭവിക്കുവാൻ ഇസ്ലാം അനുവദിക്കുക മാത്രമല്ല, അതൊരു മഹത്തായ പുണ്യകർമ്മമായി പഠിപ്പിച്ച ആദർശമാണ് ഇസ്ലാം എന്നുകൂടിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുക. അസ്സലാമു ഞാൻ അഫീഫ്, ഇവിടെ ജാമിഅ നദവിയ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. എന്റെ ചോദ്യം ഇതാണ്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം എന്നതിലുപരി അസ്തിത്വപരമായിട്ടുള്ള ദിവ്യത്വങ്ങൾ അത് എത്രത്തോളമാണ്? ഇന്ന് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മുടി അതുപോലെയുള്ള വിവാദങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വപരമായുള്ള ദിവ്യത്വങ്ങൾ അത് എത്രത്തോളമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വപരമായ ദിവ്യത്വമാണ്. അസ്തിത്വപരമായ റസൂലുള്ളാഹിക്ക് ഒരു ദിവ്യത്വവുമില്ല. ഡിവിനിറ്റി എന്നാണ് ദിവ്യത്വത്തെ ഞങ്ങൾ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ഉലൂഹിയത്ത് എന്നാണ് അറബിയിൽ പറയുക. ഇത് റസൂലുള്ളാഹിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക്, ശരീരത്തിന് എല്ലാം ബർക്കത്തുണ്ട്. ബർക്കത്തും ദിവ്യത്വം വ്യത്യാസമുണ്ട്. ദിവ്യത്വം എന്നുള്ളത് ദൈവികതയാണ്, ബർക്കത്ത് എന്നുള്ളത് അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീർച്ചയായും ശാരീരികമായി പ്രവാചകന്റെ ശരീരത്തിന് തന്നെ ബർക്കത്തുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സവാദർ അല്ലാഹു അൻഹു എല്ലാം ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹിനെ പിടിച്ചിട്ട് ചുംബിക്കാൻ ഇഷ്ടപ്പെട്ടത്, ശരീരത്തെ ചുംബിക്കാൻ ഇഷ്ടപ്പെട്ടത് എന്താണ്? അത് ഒരു ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ബർക്കത്ത്, റസൂലുള്ളാഹിന്റെ ശരീരത്തിന് ബർക്കത്തുണ്ട്. അത് ആ ബർക്കത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിനുണ്ട്, ശാരീരിക അവയവങ്ങൾക്കുണ്ട്, എല്ലാം ഉണ്ട്. ദിവ്യത്വമില്ല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സാജിദ് ബാബു, കോട്ടാല സ്വദേശിയാണ്. എൻ്റെ ചോദ്യം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെക്കാളും തൻ്റെ കുടുംബത്തെക്കാളും തൻ്റെ മാതാപിതാക്കളെക്കാളേറെ സ്നേഹിക്കേണ്ട പ്രവാചകനെ
ഇന്ന് ഒരു മാസക്കാലം അതിന്റെ വാരാചരണമായിക്കൊണ്ട് റബീഉൽ അവൽ മാസത്തിൽ കുറച്ച് പാത്രവും കുടുക്കയുമായി പള്ളിയിലേക്ക് ചെന്ന് ചോറ് വാരി തിന്നുന്നതായി അല്ല, മറിച്ച് ഇവിടെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ പ്രവാചകനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് ഒരു ശക്തമായ താക്കീതുകളും അതുപോലെ തന്നെ ഒരു മറുപടി അല്ലേ അവിടെ ചെയ്തത് എന്ന് തോന്നിപ്പോവുകയാണ്. അല്ലാതെ ഇന്ന് കാണുന്നത് പോലെ ചോറ് വേവിച്ചത് കൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹമാകുമോ? ഇന്ന് പ്രവാചകൻ ജീവിച്ചിരിപ്പില്ല. അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിഹാരം പ്രവാചകനെതിരെ വരുന്ന ആക്ഷേപങ്ങളും അതിനെ തടുക്കാൻ എന്താണ് മാർഗം? അത് ഈ ചോദ്യത്തിന്റെ ഒരു അതം ജനങ്ങൾക്ക് അറിയാത്ത പോകുന്നുണ്ട്. എന്താണ് ആ ചോദ്യം എന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെ ചോറ് തിന്നിട്ടല്ല, പിന്നെ എങ്ങനെയാണ്, പിന്നെ കുറച്ചെല്ലാം ഒന്ന് വെട്ടിയെല്ലാം ചെയ്തുകൂടെ എന്നാണ് ചോദ്യാർത്ഥിന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് ചോറ് തിന്നിട്ട് തന്നെയാണ്. അതെങ്ങനെയാണ്? റസൂലുള്ള തിന്ന പോലെ ചോറ് തിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തെക്കാൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം കുടുംബത്തെക്കാൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ